യുക്രൈനിൽ കൊല്ലപ്പെട്ട അഖിൽ ജോയിന്റെ മൃതദേഹം വേഗത്തിൽ നാട്ടിലെത്തിക്കാൻ നടപടി തുടങ്ങിയെന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെടും. യുദ്ധത്തിനിടയിലുള്ള മരണമായതുകൊണ്ട് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഇത് ഉടൻ പരിഹരിക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ നോർക്കയും എംബസിയായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നടപടികൾ നടന്നു വരുന്നുണ്ട്. എത്രയും വേഗം കൂടി എത്തിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട്. എത്ര വേഗം വാറുമായിട്ട് ബന്ധപ്പെട്ട് വെച്ചാൽ കുറച്ച് പ്രൊസീജിയേഴ്സ് അവിടെ ചെയ്യാറുണ്ട്. സാധാരണഗതിയിൽ 2 ആഴ്ചയാണ് എടുക്കാറുണ്ടെന്നാണ് ME എന്നുള്ളത് അറിയിച്ചിട്ടുള്ളത്. പക്ഷെ അതിനേക്കാളും മുന്നേ തന്നെ എത്രയും വേഗം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. നോർക്ക ഡിപ്പാർട്ട്മെന്റും എംബസിയുമായിട്ടും എല്ലാവരുമായിട്ടും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. എത്രയും വേഗം ഇതിന്റെ കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളും ജില്ലാ ഭരണകൂടം അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. കിട്ടുന്ന ഇൻഫർമേഷൻസ് എത്രയും വേഗം തന്നെ ഫാമിലിക്ക് കൊടുക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ നൽകും വിശദാംശങ്ങൾ. അരുൺ, എത്രയും വേഗം നാട്ടിലെത്തിക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യമാണ്. അത് എത്ര വേഗത്തിൽ തന്നെ നടപ്പാക്കുമെന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്രുതി, തീർച്ചയായും അഖിൽ ജോയന്റെ മൃതദേഹം ഉടൻ തന്നെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് കുടുംബം രാവിലെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെയാണ് ഔദ്യോഗികമായ വിവരം ഈ അഖിൽ ജോയൻ അവിടെ നടന്ന, അതായത് യുക്രൈനിൽ നടന്ന ഈ ആക്രമണത്തിൽ, റഷ്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വിവരം ഔദ്യോഗികമായി ലഭിച്ചത്. എന്നാൽ അതിനുശേഷം യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഉണ്ടായിട്ടില്ല. തുടർന്നുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്ന കാര്യമാണ് ബന്ധുക്കൾ അറിയിച്ചത്. പിന്നാലെയാണ് കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ആ വീട് സന്ദർശിക്കുകയും ഈ കുടുംബാംഗങ്ങളോട് ആശയവിനിമയം നടത്തുകയും ചെയ്തത്. അതിനുശേഷമാണ് മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത്. നിലവിൽ ഈ അഖിലിൻ്റെ മൃതദേഹം വേഗത്തിൽ തന്നെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങി. വിദേശകാര്യ മന്ത്രാലയവും അതോടൊപ്പം തന്നെ നോർക്ക ഉൾപ്പെടെ ഏകോപിപ്പിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ ഈ യുദ്ധത്തിനിടയിലുള്ള മരണമായതുകൊണ്ട് തന്നെ സാങ്കേതികമായിട്ടുള്ള ചില തടസ്സങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കടമ്പകളുണ്ട്. അത് ഉടൻ തന്നെ പരിഹരിച്ച് ഈ മൃതദേഹം വളരെ വേഗത്തിൽ തന്നെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ ബന്ധുക്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ മുഴുവൻ ചെലവും സർക്കാർ വഹിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഇതിൽ നടക്കുന്ന നടപടികൾ, നീക്കങ്ങൾ എല്ലാം അതത് സമയത്ത് കുടുംബത്തെ അറിയിക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രുതി. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകി.